ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിനിലൂടെ 5 കുഞ്ഞുങ്ങൾക്കാണ് പുതുജീവൻ ലഭിക്കുക. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയ ആലിന്റെ ഭൗതിക ശരീരത്തിന് ആദരമർപ്പിച്ച ശേഷമാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് കൈമാറിയത്. ദൗത്യം വിജയിക്കാൻ ജനങ്ങളും പോലീസും ഒറ്റക്കെട്ടായി കൂടെ നിന്നെന്ന് ആംബുലൻസ് ഡ്രൈവർ. ഞങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഷിഫ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അതെ അതെ അതെ, കുഞ്ഞിന്റെ അതൊരു ഇത് തന്നെയാണ്. ഒരു 3 മണിക്കൂർ കുറച്ച് ബ്ലോക്ക് കിട്ടിയായിരുന്നു. അത് ഇത് ചെയ്ത് പോകുന്നായിരുന്നു. എല്ലായിടത്തും എല്ലാ ജംഗ്ഷനിലും എല്ലാ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല സഹകരണം. എല്ലായിടത്തും ബ്ലോക്ക് തന്നെയൊക്കെ എല്ലാവരും എല്ലാം വഴിയൊരുക്കി തന്നു. അതുകൊണ്ട് നല്ലൊരു ഭാഗ്യം. വിവരങ്ങളുമായി ജിബിൻ ജെബി കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജിബിൻ, ഇന്ന് ഈ നിമിഷം വരെ അതിവൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് കേരളക്കര ഒന്നാകെ കടന്നുപോയത്. ഇപ്പോഴിതാ ആലിൽ നിന്ന് ആ കുഞ്ഞു മാലാഖ നമ്മുടെ ഈ ഭൂമിയോട് വിട പറയുകയാണ്. അപ്പോഴും ആലിനിലൂടെ 5 കുരുന്നുകളാണ് തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ 5 കുരുന്നുകളിലൂടെയാണ് ഇനി ആലിൻ ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ ശസ്ത്രക്രിയ ഇപ്പോൾ ആരംഭിച്ചു എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ നിമിഷം പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സിന്ധ, 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയ ശേഷമാണ് ആലിൻ എന്ന ഈ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഭൂമിയോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ അവയവങ്ങളിൽ ഏറെ ഭാഗം എത്തിയത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ശ്രീ ചിത്രയിലേക്കും SIT ആശുപത്രിയിലേക്കുമാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ 2 സ്ഥലത്താണ് ഇപ്പോൾ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കരൽ എത്തിച്ച കിംസ് ആശുപത്രിയിലാണ്. അവിടെ 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുരുന്നിനാണ്. കരൽ ചുരുങ്ങിയ അസുഖമായിരുന്നു ആ കുരുന്നിന്. അവിടെയാണ് ആ കുരുന്നിന്റെ ശസ്ത്രക്രിയയാണ് അവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പറയുന്നത് തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് മറ്റൊരു ശസ്ത്രക്രിയ നടക്കുന്നത്. അവിടെയും ഒരു കുരുന്നിനാണ് ജീവൻ പകർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാർട്ടിന്റെ ഒരു വാൾവ് എത്തിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ശ്രീ ചിത്ര ആശുപത്രിയിലാണ്. പക്ഷേ അവിടെ സ്വീകർത്താവ് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹാർട്ടിന്റെ വാൾവ് ഇന്ന് ഈ ആശുപത്രിയിൽ ആയിരിക്കും സൂക്ഷിക്കുക. മറ്റ് 2 തന്നെ ഇതിനോടകം തന്നെ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ച 5 മണിക്കൂറിനകം തന്നെ കരളൊക്കെ കൃത്യം സമയത്ത് എത്തേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ജൈനീഷ് എന്ന് പറയുന്ന ആ ഒരു സാരഥി, അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അദ്ദേഹം ഈ 3 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് ഈ അവയവങ്ങളെല്ലാം തന്നെ എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്: എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ കൃത്യമായി പൂർത്തീകരിച്ചു. ഇനി ഞാൻ കാത്തിരിക്കുന്നത് ഇവിടെ നിന്നൊരു സന്തോഷകരമായ ഒരു വാർത്ത വരാനാണ്. കാരണം ഈ അലിൻ എന്ന് പറയുന്ന ആ 10 മാസം മാത്രം പ്രായമുള്ള കുരുന്നിന്റെ അവയവങ്ങൾ അദ്ദേഹം സ്വന്തം ജീവൻ പണയം വെച്ച് ഈ ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ അത് 5 പേർക്ക് പുതുജീവൻ പകരേണ്ടതുണ്ട്. അപ്പോൾ വിജയകരമായി തന്നെ അദ്ദേഹം എല്ലാം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന ശസ്ത്രക്രിയകളിലാണ് എല്ലാവരും നോക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും ആ ഡോക്ടർമാരുടെ കയ്യിലാണ്. കാരണം അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ്. കാരണം മറ്റ് പല അവയവദാന ശസ്ത്രക്രിയകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാരണം മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഈ അവയവ ദാതാവ് എന്ന് പറയുന്നത്. 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുരുന്ന് അവയവം സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ 6 മാസം പ്രായവും 10 മാസം പ്രായവും ഒക്കെയുള്ള കുരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്രയും ചെറിയൊരു കുരുന്നിന്മേൽ അവയവം മാറ്റിയിരിക്കുന്ന ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നത് ആദ്യമായിട്ടിരിക്കാം. അങ്ങനെ വളരെയധികം സങ്കീർണതകളുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ സർജറി നടത്തുന്ന ഡോക്ടർമാരിലേക്കാണ്. എന്തായാലും ഇവിടെ നിന്നും ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം വിജയകരമായി തന്നെ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാ ആശുപത്രിയിലേക്കും എത്തിച്ചു. ശസ്ത്രക്രിയ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്കും എല്ലാ അവയവങ്ങളും കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ ശസ്ത്രക്രിയ വിജയമായി പൂർത്തീകരിക്കുന്നു. ഈ അവയവങ്ങളെല്ലാം തന്നെ വിജയകരമായി ഓരോ കുരുന്നുകളുടെയും ശരീരത്തിൽ തുടിക്കുന്നു. ഈ ഒരു കാര്യം കൂടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് വിജയകരമായി പൂർത്തിയായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ദൗത്യത്തോടൊപ്പം എല്ലാവരും ഒരേ മനസ്സോടുകൂടി നാട് ഒന്നാകെ കൈകോർത്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 7:10 കൂടി എറണാകുളം അമൃതയിൽ നിന്ന് ഈ ഒരു യാത്ര ആരംഭിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് സാധാരണഗതിയിൽ 6-7 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു യാത്ര 3 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് ഈ ജൈനീഷ് എന്ന് പറയുന്ന അമൃത ആശുപത്രിയിലെ ആംബുലൻസിന്റെ ഡ്രൈവർ പൂർത്തീകരിച്ചിരിക്കുന്നത്. അവിടെ തന്നെ അദ്ദേഹത്തോട് സഹകരിച്ച ഒട്ടനവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലാണ്. എല്ലാ റൂട്ടുകളും കൃത്യമായി ക്ലിയർ ചെയ്തുകൊണ്ട് ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ റോഡ് ആംബുലൻസിന് അതിവേഗം സഞ്ചരിക്കുന്നതിന് വേണ്ടി
വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലിയറൻസ് പോലീസ് ഒരുക്കിയിരുന്നു. അത് മാത്രമല്ല നാട്ടുകാരുടെ കാര്യം എടുത്തു പറയണം. പ്രത്യേകിച്ച് ഈ വരുന്ന വഴിയിലെല്ലാം തന്നെ പലയിടത്തും ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റോഡുകളുണ്ടായിരുന്നു. അവിടെ ക്ഷേത്ര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തന്നെ അനൗൺസ്മെന്റ് നടത്തി വോളണ്ടിയർമാരെ റോഡിലേക്ക് നേരിട്ട് ഇറത്തിക്കൊണ്ട് റോഡ് പൂർണ്ണമായി തന്നെ ആംബുലൻസിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് അവിടെ ഏറ്റവും അധികം ഒരു തിരക്കുള്ള സമയമാണ്. തിരക്കെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രോത്സവമായി. പക്ഷേ അവിടെ എല്ലാം തന്നെ നാട്ടുകാരും പോലീസും ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം ഈ ഒരു കുരുന്നിന്റെ ജീവൻ 5 പേരിലേക്ക് തുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നാടൊന്നാകെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശ്രീത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.